ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ക്വാഡ് കമ്പനി. ഇപ്പോൾ ഏകദേശം സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു യാത്രയ്ക്ക് പോവാണ്. ഞാനും ഇച്ചായനും പിന്നെ ഞങ്ങളുടെ ഒരു ബേബിയുണ്ട്. ബാക്കി 3 ബേബീസിനെയും കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളുടെ കൂടെയുള്ള നോഹക്കുട്ടനാണ്. ഞങ്ങളിവർ ജനിച്ച ഹോസ്പിറ്റലിൽ, സബീൻ ഹോസ്പിറ്റൽ വരെ പോവാണ്. അവിടെ ഇവന് ജനിച്ച സമയത്ത് ഒരു ഹെഡിൻ്റെ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫോളോ അപ്പിനായിട്ട് പോവാണ്. അപ്പം ഇന്നിപ്പം പുറത്തൊക്കെ ഭയങ്കര മഴയൊക്കെയാണ്. കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ. എന്നാലും ഞങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പോകാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ നോക്കുട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് നേരത്തെ പോരാനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തിയുണ്ട്. കൊച്ചിൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് ഇപ്പം ആള് ഉറങ്ങി തൂങ്ങി വീഴുകയാണ്. കണ്ടോ, ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഇപ്പം നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടൽ കാണുവാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്രയാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ സമയം 8:30 കഴിഞ്ഞു. നമ്മുടെ നോഹക്കൂട്ടം പതിയെ കണ്ണൊക്കെ തുറന്ന് എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ ആളിപ്പം ചെറിയ ഉറക്കപ്പിച്ചയിലാണ്. അതുകൊണ്ട് കണ്ണിങ്ങനെ പറിക്കാതെ ഇച്ചാനെ തന്നെ നോക്കിയിരിപ്പുണ്ട്. ഇച്ചാൻ ചിരിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അവൻ അങ്ങോട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പം ആള് ചെറിയ രീതി ആക്റ്റീവായി വരുന്നുണ്ട്. ഇനി അവൻ കരയുന്നതിന് മുന്നേ ഞങ്ങൾ കഴിച്ചു കഴിയുവാണെങ്കിൽ അവനും പാലെടുത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഫുഡ് കഴിക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞങ്ങൾ 3 ബേബീസിനെ വീട്ടിലാക്കിയിട്ട് ഒരു ബേബീനെയും കൊണ്ട് എങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമെന്ന്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇപ്പം ഹോസ്പിറ്റലിലാണേലും വേറെ ഷോപ്പിങ്ങിനാണേലും എവിടെ ഇറങ്ങിയാലും ഒരാളല്ല 3 പേരെങ്കിലും വേണം നമ്മുടെ ബാക്കി ബേബീസിനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇന്നിപ്പം ഇച്ചായൻ്റെ അനിയത്തിയുണ്ട്. അവൾ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവളെ ഇന്ന് ഞങ്ങൾ ലീവ് ആക്കിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യും. പിന്നെ അനിയൻ ഇന്ന് ക്ലാസ്സിൽ പോകാതെ അനിയനുണ്ട്. പിന്നെ അമ്മയും പിന്നെ ബേബീസിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചീനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇന്ന് മാനേജ് ചെയ്യും അവരെ. പിന്നെ അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചെത്തണം. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പൊറോട്ടയും മുട്ടക്കറിയാണ്. കുറേ നാളായി കഴിച്ചിട്ട്. അപ്പം അത് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴാണ് നമ്മുടെ നോക്കുട്ടൻ്റെ പാമ്പറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം അതും ഒന്ന് മാറ്റി. അവനും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ആൾ ഭയങ്കര വഴക്കായി പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നിൽക്കത്തില്ല. അപ്പോൾ ഇപ്പോഴേ പാലൊക്കെ കൊടുത്ത് വയറൊക്കെ ഫുള്ളാക്കി ഉറക്കിക്കൊണ്ട് പോകണ എളുപ്പമുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറുവാണ്. അവിടെ പാർക്കിംഗ് ഏരിയയിൽ സ്പേസ് ഉണ്ടോയെന്ന് അറിയില്ല, നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ പുറത്ത് കുറച്ച് മാറിയാണ് പാർക്കിംഗ് ഏരിയ ഉള്ളൂ. നോഹ നല്ല ഉറക്കമാണ്. അപ്പം ഞങ്ങൾ അവനായിട്ട് ഹോസ്പിറ്റലിലോട്ട് കയറുവാണ്. ഞാനിപ്പം ഇവൻ്റെ ഡോക്ടറെ കാണാനുള്ള രജിസ്ട്രേഷനിൽ പോയിട്ട് ചീട്ട് എടുത്തു. ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ആദ്യത്തെ ടോക്കൺ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി സ്കാനിങ്ങിന് ബുക്ക് ചെയ്യണം. നോഹക്കുട്ടൻ്റെ പേര് വിളിച്ച് അപ്പം നേഴ്സ് ചേച്ചി അവനെ ഒന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവനകത്തോട്ട് കയറിയപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ് കയറിയത്. അപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാം അവൻ്റെ കരച്ചിൽ. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും വൈകാതെ തന്നെ അവൻ ഇറങ്ങുമ്പോൾ തന്നെ അവന് കൊടുക്കാവുന്ന രീതിയിൽ പാല് റെഡിയാക്കി വെച്ചേക്കുവാണ്. പുറത്ത് ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ തന്നെ ഒരു ക്യാൻറ്റീനുണ്ട്. അവിടെ പോയിരുന്ന് അവന് പാല് കൊടുക്കുവാണ് ഞാനിപ്പം. പിന്നെ ഇപ്പോൾ സമയം 10 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വരണം. അതുകൂടാതെ ഡോക്ടർ വരണം. ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 11:30 ആവും ഡോക്ടർ OP വരുമ്പം. അപ്പോൾ ഇഷ്ടം പോലെ സമയം കിടക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഇന്നലെ ഡെലിവറി ആയ ഒരു ബേബി ഉണ്ടായി. അപ്പം കുഞ്ഞിനെ അവളെയും കാണാമെന്ന് ഓർക്കുന്നു. അപ്പോൾ ഇവൻ്റെ അടുത്തൊരു ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് അവർക്കും കൊച്ചിനും എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിട്ട് പോകാമെന്നോർത്ത് ഞങ്ങൾ ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. 2nd ഫ്ലോറിലാണ് അവളുടെ റൂം. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈച്ചാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവളെ പോയി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാമെന്ന് ഓർക്കുന്നു. ഇപ്പം ഡോക്ടർ OP വരേണ്ട സമയമായി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പം അധികം വൈകാതെ അവനെ വിളിക്കും. അവൻ ആദ്യത്തെ ടോക്കൺ തന്നെയുണ്ട്. താമസമില്ല ഡോക്ടറെ കാണാം. പുറത്താണെങ്കിൽ നല്ല മഴയാണ്.
ഞങ്ങൾ ഡോക്ടറെയും കണ്ട്. അപ്പോൾ ഇന്നത്തെ ഹോസ്പിറ്റലിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്ത് മഴയാണ്, അതുകൊണ്ട് വണ്ടി ഇച്ചാൻ പാർക്ക് ചെയ്തെടുത്തുനിന്ന് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനും നോഹക്കുട്ടനും പുറത്ത് വെയിറ്റിങ്ങിലാണ്. ഇതാ ഇച്ചാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. പുറത്തൊരു രക്ഷയില്ല, ഭയങ്കര മഴയാണ്. അപ്പം ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൂടെ കഴിച്ചിട്ട് പോകാമെന്ന് ഓർക്കുന്നു. അപ്പോൾ ഞങ്ങൾ എവിടെ പോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് പണ്ട് ഞങ്ങൾ മൂവാറ്റുപുഴയിലായിരുന്ന സമയത്ത് മിക്കപ്പോഴും ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ഒരു ഫുഡ് പ്ലേസാണ് ക്ലബ് ഷവായ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഓർഡർ കൊടുത്തേക്കുന്ന ഷവായ പ്ലസ് മന്തി റൈസാണ്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിന്. നമ്മുടെ തമ്മനത്തുണ്ട് ഇതുപോലെ തന്നെ ക്ലബ് ഷവായ, പക്ഷെ അവിടത്തേലും രുചി ഇവിടുത്തെ മന്തി റൈസിനൊക്കെയാണ്. അപ്പം ഇവിടെ സ്പെഷ്യലായിട്ട് ഈ മാംഗോ പിക്കിൾസൊക്കെ ഉണ്ട്. അപ്പം അതിന് നല്ല രുചിയാണ്. ഞങ്ങൾ മീൻകുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ മഴയുടെ ഒപ്പം നല്ല കോടയും കൂടെയാണ്. അപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരം വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി ഈ സീനറിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പുറത്താണെങ്കിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടു. അതിൻ്റെ ഒപ്പം ഒരു നല്ലൊരു പള്ളിയുണ്ട്. നോക്കുട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പാലൊക്കെ കുടിച്ചുകൊണ്ട് അവൻ്റെ വയറ് ഫുള്ളായതുകൊണ്ട് അവൻ നല്ല ഉറക്കമാണ്. ഞങ്ങൾ ചേർപ്പങ്ക പള്ളി എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പോരുമ്പോഴാണ് ഇവിടുത്തെ ഒരു കണ്ടമുണ്ട്, അതുപോലെ അവിടെ പറമ്പും എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞ് നിൽക്കുവാണ്. റോട്ടിലോട്ട് കയറിയിട്ടില്ലാന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനും വളരെ ഹാപ്പിയാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ അവരും നല്ല ഹാപ്പിയാവും. ഇതാ പപ്പ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. പപ്പായ്ക്ക് ഇപ്പം തന്നെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞങ്ങളാണെന്നുള്ള കാര്യം. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മമ്മി അവനെ മേടിച്ച് അകത്തോട്ട് പോയി. പപ്പ അവൻ്റെ കയ്യെ പിടിച്ചിട്ട് പോരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ നല്ല ഹാപ്പി, ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പപ്പ മമ്മിയുടെ കയ്യിൽ നിന്ന് നോഹക്കുട്ടനെ മേടിച്ച് അവനെ കളിപ്പീര് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരമായിട്ട് അവനെ കയ്യിൽ നിന്ന് താഴെ വെക്കാതെ തന്നെ കളിപ്പിക്കുകയാണ്. സിമ്പിളാൻറ്റി ഇതേ പപ്പയുടെ കയ്യിൽ നിന്ന് അവനെ പയ്യെ മേടിച്ചെടുത്തിട്ടുണ്ട്. അവളൊരു ഷീറ്റൊക്കെ നിലത്ത് വിരിച്ചിട്ട് അവിടെ ഇരുന്നു. നോഹക്കുട്ടനെ മാത്രമായിട്ട് പോകുന്നതുകൊണ്ട് പപ്പായും മമ്മിയും സിമ്പിളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും മാറി മാറി എടുക്കുവാണ് അവനെ. മമ്മി ഇതാ നോഹക്കുട്ടന് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പം മമ്മി പറഞ്ഞു കൊച്ചിന് എഗ്ഗ്, നമ്മുടെ വീട്ടിലെ കോഴി ഇട്ടിരിക്കുന്ന മുട്ടയും കുറച്ച് ചോറൊക്കെ ആയിട്ട് മമ്മി തനിയെ അതൊക്കെ മിക്സ് ചെയ്ത് അവന് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നതിന് മുന്നേ അന്ന് അവനത് കൊടുത്തേക്കാമെന്ന് ഞാനും വിചാരിച്ചു. അതാകുമ്പോൾ വലിയ വഴക്കില്ലാണ്ട് ചേർത്തല വില പോകാനുള്ളതായതുകൊണ്ട് അവന് വയറൊക്കെ ഫുള്ളാക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവന് പെട്ടെന്ന് കൊടുത്തു. അവനും നല്ല ഇഷ്ടമായി. നോൺ വെജിൽ മുട്ട ആദ്യമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അവന് കുഴപ്പമൊന്നുമില്ലാതെ കഴിക്കുന്നുണ്ട്. മമ്മി നോക്കുന്നുണ്ട് പുറകിലിരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ. അവിടെ 3 ബേബീസ് എന്തെടുക്കുവാന്നറിയില്ല. കുറേ നേരമായി അവരെ ഒന്ന് വിളിച്ചിട്ട്. അപ്പം ഇന്ന് ഹോസ്പിറ്റലിലെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത്. അപ്പോൾ സുമാൻറ്റീനെ ഒന്ന് വിളിച്ച് നോക്കാം നമുക്ക്. ഞങ്ങളിവിടെ ചിന്തിയത് അവന് തന്നെ കുറച്ച് കളിയാട്ടങ്ങളൊക്കെ ഉണ്ടെന്ന്. ഞങ്ങളിവിടെ കാറ്റൊക്കെ കൊണ്ട് കിടക്കുക. ഞങ്ങളൊരു ഉറങ്ങാനുള്ള പ്ലാനിലായിരുന്നു, പക്ഷെ ഉറക്കം നടന്നില്ല. മാറി മാറി എല്ലാരും കൊണ്ടുവന്നിട്ട് ഉറക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പാല് കുടിച്ചു. ഞാനിങ്ങനെ തുള്ളി കഴിച്ചു. സുമാന്റിയുടെ കുറച്ചെങ്കിലും ഉറങ്ങിയ ഇവനെ എണീറ്റിട്ടേ ചേച്ചി എങ്ങനെ ഉറക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കും. ഇവൻ എണീറ്റിട്ട് കണ്ണും നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. എന്റെ മുഖത്തോട്ട് നോക്കിയാ സുമാന്റിയാണോ കൺഫേം ചെയ്തിട്ട് പിന്നെ ഉറക്കത്തില്ല ഇവൻ. എന്റെ കൂടെ കിടന്നുറങ്ങും കേട്ടോ. കെട്ടിപ്പിടിച്ചൊക്കെ കിടന്ന്. അങ്ങനെ നോഹക്കുട്ട ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ആ സിമ്പിളാൻറ്റിയുടെ മടിയിലിരുന്ന് പുറത്ത് മഴയൊക്കെ ആസ്വദിക്കുകയാണ്. പപ്പായി ഇച്ചാനും കൂടെ എന്തോ വലിയ കാര്യമായിട്ട് എന്തോ പണിയാണ്. അപ്പം നോക്കട്ടെ എന്താന്നേ. ഇവർക്കുള്ള വെള്ളം ജാറി നിറയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചേർത്തല ഏരിയയിൽ ക്ലോറിൻ വാട്ടറാണ്. അപ്പോൾ ഇവർക്ക് പൊടി മിക്സ് ചെയ്യണമെങ്കിൽ
ഈ വെള്ളം ക്ലോറിൻ വാട്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് അതിന് ചെറിയ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇഷ്ടം നല്ല കിണറ്റിലെ വെള്ളം ആയതുകൊണ്ട് ഞാൻ പാലായി വരുമ്പോൾ ഞങ്ങളിങ്ങനെ ജാറിൽ വെള്ളം നിറച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പം പപ്പായും മിച്ചാനും കൂടെ ആ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കട്ടം പിന്നെയും ഉറക്കത്തിലേക്ക് പോയി. അപ്പം ഞങ്ങളിനി അധികം വൈകിക്കുന്നില്ല. ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. ഇനി ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അപ്പം പപ്പയും മമ്മിയും സിമ്പിളൊക്കെ ആകെ വിഷമാണ് ഞങ്ങൾ പോകുന്നതിന്. ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.